നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് മൊക്കാറ ചെടികളുടെ പ്രൊപ്പഗേഷനും കൾട്ടിവേഷനെയും കുറിച്ചാണ്. ഇപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് പൂത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് മൊക്കാറ പ്ലാന്റുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു പുതിയ പ്ലാന്റാക്കി മാറ്റാം, എങ്ങനെ നടാം, അതിന് നടീൽ വസ്തുക്കൾ എന്തെല്ലാം വേണം, അതെല്ലാമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ പൂത്ത് നിൽക്കുന്ന ഈ മൊക്കാറ പ്ലാന്റിനെ ഞാൻ കട്ട് ചെയ്ത് മറ്റൊരു പ്ലാന്റാക്കി മാറ്റാൻ പോവുകയാണ്. ഇനി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞതൊരു 3 വേരെങ്കിലും ഉണ്ടായിരിക്കണം. ആ ലെവലിൽ വേണം ഇതിനെ കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഈ പ്ലാന്റിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. 3 വേര് വെച്ചുകൊണ്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കട്ട് ചെയ്ത ചെടിയുടെ ആ മുറിത്തലയിൽ ഞാൻ സാഫ് പുരട്ടുകയാണ്. കാരണം സാഫ് പുരട്ടിയില്ലെങ്കിലുള്ള കുഴപ്പം എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷനൊക്കെ കയറി ഈ ചെടി നശിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ ആ കട്ട് ചെയ്ത ഭാഗങ്ങളിലെല്ലാം സാഫ് നന്നായി പുരട്ടുക. അതുപോലെ മദർ പ്ലാന്റിന് കട്ട് ചെയ്തെടുത്ത പ്ലാന്റിൻ്റെ തലയ്ക്കും നമ്മൾ സാഫ് പുരട്ടുകയാണ്. കാരണം അതും ഫംഗസ് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ മൊക്കാറ പ്ലാന്റുകളുടെ സ്റ്റഡിയായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് തൂണുകൾ എന്തെങ്കിലും വേണം. ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഈ 8 mm കമ്പി വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചട്ടിക്കകത്ത് ഇറക്കി വെച്ചിരുന്നാൽ പിന്നെ അത് അനങ്ങത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കണം. ഇതിനുള്ള പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചട്ടി ഇപ്പോൾ ഉപയോഗം കഴിഞ്ഞാൽ അതിനെ എടുത്ത് അടുത്ത ചട്ടിയിലോട്ട് വയ്ക്കുന്നതിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം കോൺക്രീറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ആ ചട്ടി നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കമ്പികൾ ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ വെറുതെ ചട്ടിയിൽ അങ്ങ് ഇറക്കി വെച്ചാൽ മതി, അത് ആ ചട്ടിക്കകത്തിരുന്നോളും. ഇപ്പോൾ സ്റ്റാൻഡായി. അടുത്ത് ഞാൻ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ചാർക്കോളാണ്, കരിയാണ് ഇതിൻ്റെ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 2 പീസ് തൊണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആയി. ഒരു മൊക്കാറ പ്ലാന്റായി, 2 പീസ് തൊണ്ടായി, കരിയായി, മൺചട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. മൺചട്ടിയുണ്ട്. പിന്നെ അതിനെ താങ്ങി നിർത്തേണ്ട സ്റ്റാൻഡുമായി. ഞാനിതാ ഈ പ്ലാന്റിനെ ഉറപ്പിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ മുറിത്തലയിൽ നമ്മൾ സാഫ് പുരട്ടി, മുറിവിൻ്റെ ഭാഗത്തെല്ലാം സാഫ് നന്നായി പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉറപ്പിക്കുന്നത് ഒരു തൊണ്ടിൻ്റെ ഒരു പീസിലാണ്. ആ പീസിലും നമ്മൾ അല്പം സാഫ് പുരട്ടണം. തൊണ്ടിൻ്റെ എവിടെയാണോ വയ്ക്കുന്നത് അവിടെ ആ തൊണ്ടിൽ നന്നായി സാഫ് പുരട്ടുക. സാഫ് പുരട്ടിയതിന് ശേഷം ഈ ചെടി ആ തൊണ്ടിൽ പിടിപ്പിക്കുക. മുറിച്ച ഭാഗം തൊണ്ടിൽ ചേർത്ത് വെച്ച് ചട്ടിക്കകത്തോട്ട് ഞാൻ ഇറക്കാൻ പോവുകയാണ്. ചട്ടിക്കകത്ത് ഇറക്കുകയാണ്. തൊണ്ട് അവിടെ വെച്ചതിന് ശേഷം ഈ വേരുകളെല്ലാം കൂടെ നമ്മൾ അതിനകത്തോട്ട്, അതായത് ചട്ടിക്കകത്ത് വളഞ്ഞിരിക്കത്തക്ക രീതിയിൽ ഞാൻ വളച്ച് വയ്ക്കാൻ പോവുകയാണ്. ഒടിയണ്ട, വളച്ച് വെച്ചാൽ മാത്രം മതി. ഇനി പ്ലാന്റിനെ മെല്ലെ താഴോട്ട് ഇറക്കുക. പ്ലാന്റിനെ ഞാൻ ഇപ്പോൾ ഏകദേശം ചട്ടിയുടെ അടിഭാഗത്തോട്ട് ഇറക്കി കഴിഞ്ഞു. ഇനി ആ പ്ലാന്റും സ്റ്റാൻഡും തമ്മിൽ ബലത്ത് ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ ചെറുതായിട്ട് ഇതിനെ ഒരു നൂല് കൊണ്ട് സ്റ്റാൻഡുമായിട്ട് കെട്ടി ബലപ്പിക്കുകയാണ്. നോക്കിക്കോളൂ. ഞാനിപ്പോൾ ചെടിയെ സ്റ്റാൻഡുമായിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ആ ചട്ടിക്കകത്ത് മീഡിയം നിറയ്ക്കുക. മീഡിയം നിറയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചാർക്കോൾ സാഫിൽ മുക്കിയതിന് ശേഷം ഉള്ള ചാർക്കോളാണ് നിറയ്ക്കേണ്ടത്. അത് വലിയ പീസുകൾ ഇടുക. ചെറിയ പീസ് ഇട്ട് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കിട്ടില്ല. അതുകൊണ്ട് വലിയ പീസ് കുറച്ച് മാത്രം ഇട്ടാൽ മതി. ശരിക്കും നമുക്ക് പ്ലാന്റിന് എയർ സർക്കുലേഷൻ കിട്ടണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് വേരുകൾ വന്ന് ഇത് ആ കരിയിൽ പിടിച്ച് പുതിയ ഒരു പ്ലാന്റായിട്ട് മാറുകയുള്ളൂ. അത് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ അതിൽ മീഡിയം ആവശ്യത്തിനുള്ള കരിയെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലപോലെ എയർ സർക്കുലേഷനൊക്കെ കിട്ടും. ഇപ്പം ഞാൻ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 2 ആഴ്ച വരെ ഈ പ്ലാന്റിനെ അല്പം തണലത്ത് വയ്ക്കണം. അതിന് ശേഷം മാത്രമേ വെയിലോട്ട് മാറ്റാൻ പാടുള്ളൂ. ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്കും ഈ മൊക്കാറ പ്ലാന്റുകളെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്.